മുങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ധേനയിലേക്ക് സഹായവുമായി ഇന്ത്യൻ നാവികസേന. അപകട അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ഇന്ത്യൻ നാവികസേന തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ആരംഭിച്ചു. മാർച്ച് 4 പുലർച്ചെ കൊളംബോയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലാണ് ഐറിസ് ധേനയിൽ നിന്നുള്ള അടിയന്തര സന്ദേശം എത്തിയത്. ഗാലയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് മാറി ശ്രീലങ്കൻ ഉത്തരവാദിത്തത്തിലുള്ള തിരച്ചിൽ രക്ഷാമേഖലയിലാണ് കപ്പൽ. വിവരം ലഭിച്ചയുടനെ ഇന്ത്യൻ നാവികസേന രക്ഷാദൗത്യം ആരംഭിച്ചു. ശ്രീലങ്കയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിരച്ചിൽ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ദീർഘദൂര സമുദ്ര പെട്രോളിംഗ് വിമാനം വിന്യസിച്ചതായി നാവികസേന അറിയിച്ചു. പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചിയിൽ നിന്ന് INS ഇഷാഖ് എന്ന സർവേ കപ്പലും പുറപ്പെട്ടു. കപ്പൽ തകർന്ന ജീവനക്കാരെ രക്ഷിക്കാനാണ് ശ്രമങ്ങൾ തുടരുന്നത്. മാർച്ച് 4 ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ഗാലയിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലാണ് US അന്തർവാഹിനി ഐറിസ് ധേനയെ ടോർപിഡോ ചെയ്തതോടെയാണ് മുങ്ങൽ ആരംഭിച്ചത്. പുലർച്ചെ സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കപ്പൽ ദുരന്ത സന്ദേശം നൽകി. എന്നാൽ ശ്രീലങ്കൻ രക്ഷാകപ്പലുകൾ സംഭവസ്ഥലത്ത് എത്തുമ്പോഴേക്കും കപ്പൽ മുങ്ങിത്തുടങ്ങിയിരുന്നു. ഗാലയിൽ പ്രധാന നാവിക താവളത്തിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ അകലെയായിരുന്നു ആക്രമണം. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.